ഒരു കാര്യം എടുത്തു പറയട്ടെ. ഞാൻ നേരത്തെ ഇൻഷുറൻസ് തുകയുടെ കാര്യം പറഞ്ഞു. 8 ഇരട്ടിയിലധികം വർധന ഇൻഷുറൻസ് ലഭിക്കുന്ന രോഗികളുടെ എണ്ണത്തിൽ ഉണ്ടായി. ഇന്റർവെൻഷണൽ ന്യൂറോളജിയിൽ നമ്മുടെ ഈ എത്രയോ ലക്ഷക്കണക്കിന് രൂപ സ്വകാര്യ മേഖലയിൽ ചെലവഴിക്കുന്നതാണ് ഇവിടെ സൗജന്യമായി ചെയ്യുന്നത്. നമ്മുടെ ഈ മെഡിക്കൽ കോളേജിന്റെ പോർട്ടിക്കോയിലാണ് ഒരു ആംബുലൻസ് വന്ന് നിന്ന് വിദ്യ എന്ന പെൺകുട്ടി അവളുടെ കൈ 2ആയിട്ട് അറ്റുപോയി രാത്രി ചുറ്റി തോർത്തുകൊണ്ട്, കൊല്ലം ജില്ലയിൽ നിന്നാണ്, ബഹുമാനപ്പെട്ട ധനകാര്യ മന്ത്രിയുടെ ജന്മസ്ഥലത്ത്, അവിടെ അടുത്താണ് വിദ്യയുടെ വീട്. ആ കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട്, അതായത് മുറിഞ്ഞു പോയി, 2ആയിട്ട് അറ്റുപോയി. മറ്റൊരു സ്വകാര്യ ആശുപത്രിയിൽ പോയപ്പോൾ ആദ്യം അവിടേക്കാ പോയത്. അപ്പൊ അവര് പറഞ്ഞു 10 ലക്ഷം രൂപയുണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്യാം, ഇനി ചെയ്താലും ശരിയാകുമെന്ന് ഉറപ്പില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു ഞങ്ങൾക്ക് 10 ലക്ഷം പോയിട്ട് 1000 രൂപ ഒന്നിച്ചെടുക്കാൻ ഞങ്ങളുടെ കയ്യിലില്ല. രാത്രി അവർ വിളിച്ചു, ഇവിടെ വന്നു. 8 മണിക്കൂറിലധികം നീണ്ട ശസ്ത്രക്രിയ ചെയ്തു, മൾട്ടിപ്പിൾ ശസ്ത്രക്രിയകൾ ചെയ്തു. ഇന്ന് വിദ്യ സ്വന്തം മകനെ, ഭർത്താവാണ് ആക്രമിച്ചത്, സ്വന്തം മകനെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവൾ അഭിമാനത്തോടെ ഈ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ അത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ടീമിന്റെ വളരെ ആത്മാർത്ഥമായിട്ടുള്ള ശ്രമം അതിന്റെ പിന്നിലുണ്ട് എന്നുള്ളത്. ഈ ഒറ്റ ഉദാഹരണം ഞാൻ പറഞ്ഞത് എന്താണ് തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള മെഡിക്കൽ കോളേജുകൾ കേരളത്തിലെ സാധാരണക്കാർക്ക് എന്നുള്ളത് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നിരാലംബരും നിസ്സഹായരുമായിട്ടുള്ള ആളുകൾക്ക് അതിൽ എത്ര കണ്ട് വർധന ഉണ്ടായി എന്നുള്ളത് ഈ കണക്ക് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. 10 വർഷം മുൻപ് 20,000 പേർക്ക് സൗജന്യ ചികിത്സ നൽകിയിരുന്നെങ്കിൽ ഇന്ന് 50,000 പേർക്കാണ്, 47,000-ലധികം പേർക്കാണ് സൗജന്യ ചികിത്സ ഓരോ വർഷവും നൽകുന്നത് എന്നുള്ളത് നാം കാണണം. അതുകൊണ്ട് ഒരു കാര്യം പറയട്ടെ, കേരളത്തിലെ ആരോഗ്യ വകുപ്പിനെ അത് രോഗശയ്യയിലാക്കാം, അങ്ങനെ ചിത്രീകരിക്കാം എന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ, അവിടെ മറ്റാരെങ്കിലും പ്രതിഷ്ഠിക്കാമെന്ന് ചിലരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ, ചില മാധ്യമങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ നിർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ എത്ര ശ്രമിച്ചാലും ഞങ്ങൾ കൂടുതൽ ശക്തിയോടെ, കൂടുതൽ വീറോടുകൂടി പ്രവർത്തിച്ച് ഈ നാട്ടിലെ സാധാരണക്കാരെ ചേർത്ത് പിടിച്ച് തന്നെ മുന്നോട്ട് പോകും എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.